എവിടെയൊക്കെ ആരെങ്കിലും തല തല്ലി വീണ് കഴിഞ്ഞാല് ആർക്കും ഒരു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഇത്രയും ശോചനീയാണ് ഇവിടെ അവസ്ഥ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ താഴെ കൊണ്ടേ വണ്ടി ഇട്ട് വേണം ഇങ്ങോട്ട് നടന്നു വരണമെങ്കിലൊക്കെ. നിങ്ങൾ നരകത്തിന്റെ പാതയിലേക്കൂടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇതെന്താ മലവെള്ളപ്പാച്ചിൽ റോഡ് തോട് തോട് അതെ കയ്യൂസം ഇവിടെ അടി നടന്ന സ്ഥലം അവിടെ. വെക്കുമ്പോ പോലീസ് വന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. കണ്ടോ സുഹൃത്തുക്കളെ, നമ്മൾ വീഗാലാൻഡിലല്ലേ എത്തിയേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിന്ന് കാരാപ്പുഴയാണുള്ളത്. സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും തുടങ്ങി ഇന്ത്യയിലെ സകലമാന ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പോ നമ്മൾ ഇന്നിവിടെ വരാൻ വിചാരിച്ചല്ല, പക്ഷെ ഞങ്ങളിവിടെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങളിവിടെ വണ്ടി ഇട്ട സ്ഥലം, അതേപോലെ നമ്മളിവിടെ കയറി വന്ന സ്ഥലം, നിങ്ങൾ നേരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാരാപ്പുഴ ടൂറിസം കേന്ദ്രമാണ്. ഈ കാരാപ്പുഴ ടൂറിസം കേന്ദ്രത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല, ഈ റോഡിന്റെ ശോചനീയാവസ്ഥ. ഇത്രയും ആളുകളും ഇത്രയും വണ്ടിയും വരുന്നത്, ഇവിടെ നിന്ന് ഇത്രയും പണം പിരിച്ചെടുക്കുന്ന പരിപാടിയാണ്. എന്തുകൊണ്ടാണ് ഈ റോഡ് നന്നാക്കാത്തത്? പാർക്കിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടില്ല. പാർക്കിംഗ് ഏരിയ ഇല്ല, എല്ലാം ചെളിയിൽ വേണം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചളിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ചളിയിൽ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ റോഡിന്റെ ആ പാർക്കിങ്ങിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ചിലപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നോളുന്നില്ല. നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ പ്രസ്ഥാനമാണ് നമ്മുടെ ഈ കാരാപ്പുഴ. ഈ കാരാപ്പുഴ ശരിക്കും പറഞ്ഞാൽ വയനാടിന്റെ ടൂറിസത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു ടൂറിസ്റ്റ് പ്രസ്ഥാനമാണ്. ഇതിലെ ഉദ്യോഗസ്ഥരുടെ അഹംഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ പാർക്കിംഗ് പ്രശ്നങ്ങൾ. ഇന്നിപ്പം മഴയൊക്കെ ആയത് കാരണം ഓഫ് സീസൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല. പക്ഷേ തിരക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങിനെ ചൊല്ലി കച്ചറ, ഒച്ചപ്പാട്, ബഹളം. ഇവിടെ ശരിക്കും സാറ്റർഡേ സൺഡേസ് ഒക്കെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പോയിട്ട് ഇവിടെ ഒരു കിണ്ടി പോലെ ഒരാളെ ഗ്യാപ്പ് കിട്ടൂല. അത്രയും ശോചനീയാണ് ഇവിടെ അവസ്ഥ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ താഴെ കൊണ്ടേ വണ്ടി ഇട്ട് വേണം ഇങ്ങോട്ട് നടന്നു വരണമെങ്കിലൊക്കെ. പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് കാണിച്ചു തരാം ഇവിടുത്തെ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം, റോഡ് ശോചനീയാവസ്ഥകളെല്ലാം. ഇതാണ് പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ നല്ല അടിപൊളി പാർക്കിങ്ങിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് സ്വർഗത്തിലെ പാതയിലേക്കല്ല കേട്ടോ. നോക്കിക്കോ, നിങ്ങൾ നരകത്തിന്റെ പാതയിലേക്കൂടെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. എന്താണ് ഈ റോഡിന്റെ അവസ്ഥ എന്നുള്ളത് ശരിക്കും നിങ്ങൾ കണ്ടു തന്നെ അറിയണം മക്കളെ. പാർക്കിംഗ് ഏരിയ ശരിക്കും നോക്കിക്കോ, പ്രധാനപ്പെട്ട നല്ല കിടിലൻ പാർക്കിംഗ് ആണ്. റോഡ് കണ്ടോ, റോഡ് സൈഡിൽ ഇതിലും നല്ല സൗകര്യമുള്ള പാർക്കിംഗ് വേറെ ഒരുക്കിയിട്ടുണ്ടേ. ഇത് കണ്ടോ, കണ്ണ് തുറന്ന് കണ്ടോളൂ. കണ്ടോ, ഇനി ഇതിലും നല്ല കിടിലൻ പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ വരുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കേണ്ടതിന് പകരം ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇവിടെ കാണിക്കുന്ന പരിപാടിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ, എവിടെയൊക്കെ ആരെങ്കിലും തല തല്ലി വീണ് കഴിഞ്ഞാല് ആർക്കും ഒരു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഇതിനകത്തൊരു വണ്ടീന്റെ ടയറാണോ കിണ്ടീന്റെ ടയറാണോ ഇറങ്ങുക എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഓവുചാല ഇതിന് നടുക്ക് കൂടെ പോയേക്കുന്നത് ഒരു പാർക്കിംഗ് ഏരിയ ആണ്. നടുക്കൂടെ ഓവുചാല തോടാണ് പോയേക്കുന്നത്. അത്രയും കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സും കാറും തുടങ്ങിയ സകലമാന വണ്ടികളും പാർക്ക് ചെയ്യേണ്ട ഏരിയ ആണ്. ഇതെന്താണത്? ഇതുണ്ടോ, ഇതെന്താ മലവെള്ളപ്പാച്ചിലുണ്ടായ റോഡ് പോലെ തോട്. അതെ, മലവെള്ളപ്പാച്ചിലുണ്ടായ റോഡാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ നല്ല കിഡിലൻ പാർക്കിംഗ്. എങ്ങനെയുണ്ട്? നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. ശരിക്കും അവിടെ മുതലുള്ള റോഡും ശരിയാക്കി ഈ സ്ഥലമൊക്കെ ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി ഒരു 20 രൂപ ഫീസ് വെച്ച് കഴിഞ്ഞാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്ര ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ആരെണ്ണാക്കിലേക്ക് ഒരു വണ്ടി കടന്നു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുടുങ്ങി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇത് ശരിക്കും പാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുകയാണോ അതോ പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയ എന്നുള്ളതാണ് നമ്മുടെ സംശയം. എന്തുകൊണ്ട് ഇവിടെ ആളുകൾ പ്രതികരിക്കുന്നില്ല? ഇവിടെ വെറുതെ വരുന്നതല്ല, ആളുകൾക്ക് ഇവിടെ പാർക്കിങ്ങിനടക്കമുള്ള പൈസ മേടിക്കുന്നുണ്ട്. അവിടെ കാശും കൊടുത്തിട്ടാണ് എല്ലാവരും അവിടെ പോയി റോപ്പ് ലൈൻ ആണെങ്കിൽ അതിന് പൈസ, സിപ്പ് ലൈൻ അടക്കമുണ്ട് ഇവിടെ. ഓക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെ. അതൊക്കെ ഉപയോഗിക്കേണ്ട ആളുകൾക്കും സഞ്ചാരികൾക്കും അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പാർക്കിംഗ് ഇവിടെ അത്യാവശ്യം റോഡിന് നല്ല സൗകര്യം ചെയ്തു കൊടുത്തൂടെ? അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ പേരിൽ സ്ഥലം എഴുതി തരാനെന്നല്ല ആവശ്യപ്പെടുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പാർക്കിംഗ് കാശ് മേടിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ റോഡ് സൈഡിലൊക്കെ ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ്? മൊത്തത്തിൽ പാർക്കിങ്ങിനെ പറ്റി നല്ല അഭിപ്രായമാണോ മോശം അഭിപ്രായമാണോ? മോശം. ഇവർക്ക് ഇത് നന്നായി കൂടെ? ഇത്ര സ്ഥലമുണ്ട് നന്നാക്കിയെടുക്കാൻ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ തിരക്കില്ല എന്ന് വെച്ചാൽ ഒരു വാഹനങ്ങളും ഇല്ലെന്ന് തന്നെ പറയാം. കാര്യമൊന്നുമില്ല. തിരക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടും കച്ചറ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ. വണ്ടി ഇറക്കി കൊടുക്കാതെ ഇവിടെ ഫുൾ പാർക്കിംഗ് ആയിരിക്കും. വണ്ടി ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നും ഇവിടെ തമ്മിൽ കയ്യൂസം ഇവിടെ അടി നടന്ന സ്ഥലം അവിടെ.
രണ്ട് വണ്ടിക്കാർ തമ്മിൽ സൈഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട്. ഇത് കാണുന്ന ആൾക്കാർക്ക് പക്ഷേ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളാണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇവിടെ പാർക്ക് ചെയ്ത അല്ലെങ്കിൽ ഇവിടുത്തെ കാരാപ്പുഴന്റെ ഭംഗി ആസ്വദിക്കാൻ വന്ന ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം. നിങ്ങളിവിടെ വന്നിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം. സുഹൃത്തുക്കളെ, നമ്മളൊരു വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ പറയാൻ വന്ന കാര്യം. അത് മാത്രമല്ല, നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റോഡ് ഇവർക്ക് ഒരു 100 മീറ്റർ റെഡിയാക്കാൻ പറ്റാത്തതാണോ? എത്ര ലക്ഷം ആളുകൾ ഒരു ദിവസം ഇവിടെ വരുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. ഏറ്റവും കുറഞ്ഞ ഒരു 50,000 ആളുകൾ ഒരു ദിവസം വരുന്നുണ്ടെന്ന് കണക്കൂട്ടിക്കോ. ടിക്കറ്റ് റേറ്റ് ഒരു 50 രൂപ 60 രൂപയാണെന്ന് കണക്കൂട്ടിക്കോ. കാശ് എത്രയും എത്ര മെയിൻ്റെനൻസിന് കാശ് കൊടുത്താലും ഡെയിലി ഇവിടെ ആളുകൾ വരുന്നുണ്ട്. 2 ദിവസം വരുന്ന ഡേ ആയിട്ട് വരെ 2 ദിവസം ഇവിടെ വാങ്ങുന്ന ഫീസ് മതി ഇവിടെ മൊത്തം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു 300 മീറ്റർ അപ്പുറത്ത് അടുത്തൊരു പാർക്കിംഗ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അതും കൂടെ കാണാം. നിങ്ങൾ നേരിട്ട് കാണും. അടുത്ത പാർക്കിങ്ങിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു അടിപൊളി റോഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ? റോഡ് കുഴി നല്ലത് പറയാലോ. ഇവിടെ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വരെ നല്ല ഭംഗിയായിട്ട്. ഇപ്പൊ ഇവിടെ അവിടെ എത്തിയപ്പോ അവർ ഉറങ്ങിപ്പോയോ? അങ്ങോട്ട് ഇറങ്ങിപ്പോയതാ, അല്ലെങ്കിൽ അതെല്ലാം വൃത്തിക്ക് ചെയ്യാമായിരുന്നു അങ്ങോട്ട്. അതെ, ഇവിടെ അവിടെ വരെ ഒരു കുറ്റം പറയാലോ കേട്ടോ. ഇവിടെ ആ പാർക്കിംഗ് എത്തുന്നത് വരെ ശ്രദ്ധിച്ചോ. ഇവിടെ ആ പാർക്കിംഗ് എത്തുന്നത് വരെ നല്ല റോഡാണ്. പക്ഷെ ഇവിടെ ഈ ക്രൗഡ് വരുന്ന സമയത്ത് ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർക്കിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടോ. പാർക്കിംഗ് ആണേ, പാർക്കിംഗ് എന്നാണ് അതിന്റെ പേര്. ഇതാണ് അടുത്ത പാർക്കിംഗ്. കാർ ഇറങ്ങൂല ഇങ്ങോട്ട് തീരെ. കാർ ഇറങ്ങി കഴിഞ്ഞാൽ അടി തട്ടും. അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ പറയുമ്പോൾ കുറ്റം പറയാന്ന് മാത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് കാണാത്തോണ്ടുള്ള പ്രശ്നം മാത്രമാണ്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ. ഇതൊക്കെ ഇത് നേരിട്ട് കണ്ട ആൾക്കാർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. ഇവിടെ പാർക്കിങ്ങിന് ചാർജ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അതിനുള്ള പൈസ കൂടെ ടിക്കറ്റിൽ കൂട്ടി മേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയട്ടെ. നിങ്ങൾ നോക്ക്, ഇതിന്റെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിങ്ങിന്റെ ഇടയ്ക്ക് പോകുന്ന ഓവുചാലാണേ. ഇവിടെ പ്രത്യേക സ്പെഷ്യൽ ഓവുചാല് വേറെ ഒന്നുമില്ല വെള്ളം പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉദ്ദേശം ഇവർ ഈ പാർക്കിങ്ങും അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ബൈ റോഡുകളും കൃത്യമായിട്ട് നന്നാക്കി ഇടുക എന്നുള്ളത് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് വേറൊരു ദുരുദ്ദേശമില്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളും കൊടുക്കുക, അത്രേ ഉള്ളൂ. ഈ റോഡ് പറഞ്ഞാൽ ഇവിടെ നിന്നോട്ടുള്ള റോഡ് വളരെ മോശമാണ്. പിന്നെ അതുകൊണ്ട് പാർക്കിംഗ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാർക്കിംഗ്. ഇതാണെങ്കിലും അത് അവിടെയാണെങ്കിലും താഴേക്കാണെങ്കിലും വളരെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സ്ഥലം ഒരുപാട് പാർക്കിംഗ് എന്ന് പറയുന്നത് പാർക്കിങ്ങിന് ഒരു അനുയോജ്യമായ സ്ഥലമല്ല. വണ്ടി വെക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ട് പ്രശ്നം. ഇവിടെ തിരക്കുള്ള ദിവസം തിരക്കുള്ള ദിവസം പാർക്കിങ്ങിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വണ്ടി വെച്ച് ഓരോ സൈഡിൽ കൂടെ പോകും. നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. നമ്മൾ പാർക്കിംഗ് കിട്ടുക എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ആ വെക്കുമ്പോൾ പോലീസ് വന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിയന്ത്രിക്കാൻ ഒരാളില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ശരിക്കും ഇത്രയും ടിക്കറ്റ് റേറ്റ് മേടിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പാർക്കിംഗ് നിർബന്ധമാണ്. ഈ പാർക്കിംഗ് ക്ലിയർ ചെയ്താൽ മതി. ഈ പാർക്കിങ്ങിൽ ആളെ വെക്കുക. ഈ പാർക്കിങ്ങുള്ള പാർക്കിങ് ക്ലിയർ ആക്കി മുമ്പോട്ട് പോയാലും മതി. അത് ആ കാണുന്ന പാർക്കിങ് താഴേക്കുള്ള പാർക്കിംഗ് ഒക്കെ ഇവരെ സ്ഥലമാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വേറൊരു പാർക്കിംഗ് ആണ്. അതും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ കാണാൻ പോകുന്നത് അടുത്ത പാർക്കിംഗ്. ഇവിടെയാണ് നമ്മൾ വലിയ വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. അടുത്ത പാർക്കിംഗ് പറഞ്ഞാൽ കുന്നുമലൻ പറഞ്ഞൊരു സ്ഥലമാണ്. ഇതൊക്കെ ജനിച്ച പാടെ അങ്ങനെ കീപ്പ് ചെയ്ത സാധനങ്ങളാണ്. നിങ്ങൾ തുണിയില്ലാതെ ജനിക്കുമ്പോൾ എന്താ അവസ്ഥ, അതേപോലെ തുണിയില്ലാത്ത സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. നോക്കിക്കോ, ഇതിനകത്ത് ഇവർ എന്താ ചെയ്തേക്കുന്നത്. ഈ പുല്ല് വരെ നട്ടുപിടിപ്പിച്ചാന്ന് മാത്രം പറയരുത്. കണ്ടോ അതാ വണ്ടിന്റെ അടി എത്തിയതാ കുറച്ചേരത്തെ. നല്ല 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 കിടങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ സൗകര്യത്തിന്. വെള്ളം പിടിക്കാൻ വേണ്ടിയാണ് ചെളി, ഫുള്ള് ചെളി. അതെ, ഈ കാണുന്ന വാട്ടർ ടാങ്ക് ആണെങ്കിൽ ഇവിടെ ഇതേ കുഴി ഇതേപോലെ തന്നെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നുണ്ടായ കുഴിയൊന്നും നല്ലത്. ഇത് വണ്ടി ഓടി ഉണ്ടായ കുഴിയാന്നൊന്നും പറയണ്ട. ഇതൊരു വയലേരിയ എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും. അവിടെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സ്ഥലമില്ലാത്തോണ്ടല്ല, സ്ഥലപരിമിതിയല്ല ഇവിടുത്തെ പ്രശ്നം. സ്ഥലം കൂടിയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇവിടെ വൃത്തിയാക്കി ഇന്റർലോക്ക് ചെയ്ത് മാർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബസ്സുകൾക്കും ട്രാവലറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഏരിയ ആണ്. വിദേശികളായിട്ടുള്ള ആളുകൾക്ക് ഇത് പറയാൻ തോന്നാത്തതുകൊണ്ടാണ് സ്വദേശികളായിട്ടുള്ള ഞങ്ങൾ ഇത് പറയേണ്ടി വരുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കും. നമ്മളെ ഗതികേടാണ് ഇതൊക്കെ പറയേണ്ടത്. സീസണിൽ വന്നാലും സീസണിൽ അല്ലാണ്ട് വന്നാലും ഇത് തന്നെ അവസ്ഥ. ഈ പൊട്ടിപ്പൊളി നടക്കുന്ന പൊട്ടിപ്പൊളി ആൾക്കാർ തരും നമ്മളെ കഴിക്കണം. സത്യത്തിൽ ഇവിടെ എത്തുന്നത് വരെ നല്ല റോഡും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മോശം റോഡും. അതെ, മര്യാദക്ക് പ്രോപ്പർ പാർക്കിംഗ് ഇല്ല. അതെ, പിന്നെ റോഡും ഭയങ്കര മോശമാണ്. സീസണിലൊക്കെ വന്നതിന് നമുക്കൊരു വണ്ടി ഇട്ടിട്ട് ചായ പിടിക്കാൻ പോകുമ്പോൾ പ്രോപ്പർ പാർക്കിംഗ് ഇല്ല. അതേപോലെ തന്നെ നല്ലൊരു വഴിയുമില്ല. അതെ അതെ, ഇവിടെ ഉള്ളത് 3 നല്ല കുരവക്കണ്ടം പോലത്തെ പാർക്കിംഗ് ആണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എന്ത് പറയാനാ, നമ്മുടെ വണ്ടി പോകും, അത്രേ ഉള്ളൂ. വഴിയിൽ ഓടിയാലും വണ്ടി ഇവിടെ കൊണ്ട് നിട്ടിട്ട് ഈ ചരിഞ്ഞ് കിടക്കാണ്. വണ്ടി ഇറങ്ങി പോകും. ഉണ്ടോ റോഡ്? എവിടെ റോഡ് ഉണ്ടാക്കി പോവാ കാറ്. റോഡില്ല, റോഡിന് പകരം ആ സൈഡിൽ ഒരു തോടുണ്ട്. കാണൂ, കണ്ടോ?
ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കുളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, റോഡുകളല്ല. നിങ്ങൾക്ക് ഞാൻ ഒരു വടിയെടുത്ത് കുഴി കുത്തി കാണിച്ചില്ല അവിടെ. ഇത് ഇത് കിണറാണോ കുളമാണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. ഒന്നുകിൽ ഇതോടെ സർക്കാർ റോഡ് നന്നാക്കും, അല്ലെങ്കിൽ ഈ കുളം സ്കിപ്പ് ചെയ്തിട്ട് വണ്ടി പോകുന്ന അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. ഇത് നോക്കിക്കോ, ഈ റോഡിന്റെ അവസ്ഥയാണത്. കണ്ടോ, ആഴം കുറവാണെങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ കൊള്ളൂര്. നീന്താനൊക്കെ പറ്റും. അതെ, ഒരു 1 സെന്റ് കുളം കറക്റ്റായി. കണ്ടോ സുഹൃത്തുക്കളെ, നമ്മൾ വീഗാലാൻഡിലല്ലേ എത്തിയേക്കുന്നത്. അതായത് കാരാപ്പുഴയാണ്. കാരാപ്പുഴയിലേക്ക് വരുന്ന സ്വന്തം കുളമാണിത്. ഈ കുളത്തിലെത്തുമ്പോൾ എല്ലാവരും വണ്ടി സ്ലോ ആക്കണേ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് അധികാരികളെ കരിവാരിത്തേക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഒരു ദുരവസ്ഥ എടുത്തു കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി വരുന്ന ആൾക്കാർ, ഇവിടെ കാണുന്ന ആൾക്കാർ, കാരാപ്പുഴ എന്ന് പറയുന്ന വയനാട്ടിൻ്റെ വലിയൊരു ടൂറിസം മേഖല തന്നെയാണ്. ഇനി വരുന്ന ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാർ, അവർ സജസ്റ്റ് ചെയ്തിട്ട് 2-3 പേരും കൂടെ വീണ്ടും വരണം ഇവിടെ. അതിന് ഇവിടെ നല്ല വൃത്തിയും നല്ല പാർക്കിംഗ് ഏരിയയും നല്ല റോഡും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലേ ഇനി ഇതെല്ലാം സാധ്യമാവുള്ളൂ. ഈ കാരാപ്പുഴ വന്ന് ഈ സ്ഥലം കണ്ട് ഇവിടെ ആസ്വദിച്ച് പോയ ആൾക്കാർ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ റോഡിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ദുരവസ്ഥകൾ തീർച്ചയായും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റയിൽ ഞങ്ങളുടെ ഒരു വീഡിയോ 3 മില്യന് മേലെയും ഫേസ്ബുക്കിൽ 2 മില്യന് മേലെയും വ്യൂവേഴ്സ് ആയി. അത് നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. അത്രയ്ക്കും നമ്മുടെ വീഡിയോ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അതിന് ഒരു 1000 നന്ദി നിങ്ങളോട് പറയുകയാണ്. ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾ 2 വീഡിയോയ്ക്ക് തന്നെ ഇത്രയും വലിയ ഒരു 2 വീഡിയോയ്ക്കാണ്. അതെ, നിങ്ങളുടെ ഹൃദയവിശാലത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ ഈ വയനാട്ടിൻ്റെ നല്ല വശങ്ങൾ മാത്രം കണ്ടാൽ പോരാന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട്. ഇവിടെ ഉള്ളത് മോശവശങ്ങളാണെങ്കിൽ നിങ്ങളത് നേരിട്ട് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വയനാട്ടിൻ്റെ കാരാപ്പുഴ എന്ന് പറയുന്ന ടൂറിസം മേഖലയിൽ ഒരു മോശവശം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും വീഡിയോ കാണുന്ന ആളുകൾ ഞങ്ങളെ യൂട്യൂബും കൂടെ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അവിടെയാണ് മോസ്റ്റ് ഓഫ് ദ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാത്തിലും സെയിം ഐഡിയ ആണ്. അപ്പം എല്ലാവരും സഹകരിക്കുക, കാണുക, വീഡിയോ കാണുക. അത് നമ്മുടെ പ്രൊഫൈൽ വ്ളോഗർ സിജു ആണ്. എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.